Hello students, welcome to the fourth session in this module, the module dealing with the gyroscope. So in the previous session, we have learned the stability of a four-wheel vehicle, right? So we'll be doing and we have arrived at a condition for a vehicle to be stable, right? When taking a turn, right? So based on that, we will do a problem, okay? So read this problem. So each wheel of a four-wheeled rear engine automobile has a moment of inertia of 2.4 kilogram meter square and an effective diameter of 660 mm. The rotating parts of the engine have a moment of inertia of 1.2 kilogram meter square. The gear ratio of engine to the back wheel is 3 to 1. The engine axis is parallel to the rear axle and the crankshaft rotates in the same sense as the road wheels. The mass of the vehicle is 2200 kg and the center of the mass is 550 mm above the road level. The track width of the vehicle is 1.5 meter. Determine the limiting speed of the vehicle around a curve with 80-meter radius so that all the four wheels maintain contact with the road surface. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ ഒന്ന് എഴുതി വെക്കുക. എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ട്? സോ ഹിയർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എൻജിൻ 2.5, അതായത് എൻജിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വി വിൽ റൈറ്റ് ഇറ്റ് ലൈക്ക് ആക്ച്വലി ഇത് വീലിൻ്റെതാണ്. ഈച്ച് വീൽ ഓഫ് എ ഫോർ വീൽ ഇത് വീലിൻ്റെതാണ്. ഈച്ച് വീൽ ഓഫ് എ ഫോർ വീൽഡ് റെയർ എഞ്ചിൻ ഓട്ടോമൊബൈൽ ഹാസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അതായത് വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് ഇത്ര 2.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ വെച്ച് എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ദ വീൽ 660, അതായത് ഡയമീറ്റർ 660 ആണ്, റേഡിയസ് 330, അതായത് 0.33 mm മീറ്റർ. 660 mm നമ്മൾ മീറ്ററിൽ റേഡിയസ് ആണെങ്കിൽ 330 mm ആയിരിക്കും. അതിനെ മീറ്റർ ആക്കുമ്പോൾ 0.33 mm, 0.3 മീറ്റർ. റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് ദ എഞ്ചിൻ ഹാവ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇനിയാണ് എഞ്ചിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. IE 1.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. IE ഓക്കെ. ഇനി എന്ത് തന്നിട്ടുണ്ട്? ദ ഗിയർ റേഷ്യോ ഓഫ് ദ എഞ്ചിൻ ടു ദ ബാക്ക് വീൽ. ഗിയർ റേഷ്യോ ജി എന്ന് വെച്ചാൽ ഒമേഗ ഇ. നമ്മൾ ഡെറിവേഷൻ സമയത്ത് എഴുതിയിട്ട് ഒമേഗ എഞ്ചിൻ്റെ ആംഗുലാർ വെലോസിറ്റി, എഞ്ചിൻ്റെ റൊട്ടേഷൻ സ്പീഡും വീലിൻ്റെ റൊട്ടേഷൻ സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ് ഗിയർ റേഷ്യോ. ദാറ്റ് ഈസ് 3/1, 3:1. വേറെ എന്താ തന്നിട്ടുണ്ട്? ദ എഞ്ചിൻ ആക്സിസ് പാരലൽ ടു റെയർ ആക്സിൽ, അതായത് എഞ്ചിൻ തിരിയുന്ന ആക്സിസും റെയർ ആക്സിലും പാരലാണ്. അതുകൊണ്ട് അപ്പോൾ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമ്മൾ ഡിറൈവ് ചെയ്തത് അതേ മെത്തേഡിലാണ്. അപ്പോൾ അതേ ഇക്വേഷൻസ് ഒക്കെ സെയിം ആയിരിക്കും, പ്രശ്നമില്ല. സോ ദ മാസ് ഓഫ് ദ വെഹിക്കിൾ ഈസ് 2200 കിലോഗ്രാം ലൈക്ക് എം, അതായത് മാസ് ഓഫ് ദ വെഹിക്കിൾ 2200 കിലോഗ്രാം. വേറെ എന്താ? അത് സെൻറ്റർ ഓഫ് ദ മാസ്. സെൻറ്റർ ഓഫ് ദ മാസ് എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ദ മാസ് ഈസ് 550 mm എബവ് ദ റോഡ് ലെവൽ. അപ്പോൾ നമ്മൾ ഒരു ഫിഗറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും അല്ലേ, ഇത് റോഡാണെങ്കിൽ, ഇത് വീലാണെങ്കിൽ, റെയർ വ്യൂവിൽ സപ്പോസ് ഇതാണ് വീൽ, അപ്പോൾ ഇവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് റോഡിൻ്റെ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റ്, അതാണ് H. അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ എന്താണ്, ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും സെൻട്രിഫ്യൂഗൽ മാസ് ഉണ്ടാവുക. റൈറ്റ് ടേൺ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ H എന്താണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. എച്ചിൻ്റെ വാല്യൂ ഹൗ മച്ച്? H ഈസ് 0.55 മീറ്റർ, 0.55 മീറ്റർ. പിന്നെ തന്നിട്ടുള്ളത് ട്രാക്ക് വിഡ്ത്ത് എന്ന് വെച്ചാൽ രണ്ട് വീല് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.5 മീറ്റർ, അത് W ആയിട്ട് എടുക്കുക. പിന്നെ തന്നിട്ടുള്ളത് കർവ്, ലിമിറ്റിംഗ് സ്പീഡ് ഓഫ് ദ വെഹിക്കിളാണ് കാണേണ്ടത്, വെലോസിറ്റി V, ആൻഡ് കർവ് വിത്ത് 80 മീറ്റർ റേഡിയസ് സോ ദാറ്റ്
എറൗണ്ട് എ കർവ്. അപ്പോൾ ഒരു കർവ് അത് ലെഫ്റ്റ് ടേൺ ആണോ റൈറ്റ് ടേൺ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു കർവ്. കാരണം ലെഫ്റ്റ് ടേൺ ആണെങ്കിലും റൈറ്റ് ടേൺ ആണെങ്കിലും വ്യത്യാസം എന്ന് പറയുന്നത് ഔട്ടർ വീലും ഇന്നർ വീലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പോൾ ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ ഔട്ടർ വീൽ, ഇത് സപ്പോസ് ഇവിടെ കർവിൻ്റെ റേഡിയസ് 6, എത്ര 80 മീറ്റർ ആണ്. പിന്നെ ട്രാക്ക് വിഡ്ത്ത് W, ഒമേഗയല്ല W 1.5 മീറ്റർ. അപ്പോൾ ഇത് കർവ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളെ ഇങ്ങനെയാണ് വണ്ടി ഉള്ളതെങ്കിൽ, ഇത് ഇങ്ങോട്ടാണ് കർവ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഔട്ടർ വീൽ ഇതായിട്ട് എടുക്കും. ഇത് രണ്ടുമാണ് ഔട്ടർ വീല്, ഇത് രണ്ടും ഇന്നർ വീല്. ഓക്കെ, ഇനി ടേൺ ഇങ്ങോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഔട്ടർ വീൽ ഇത് രണ്ടാണ് ഔട്ടർ വീല്, ഇത് രണ്ട് ഇന്നർ വീല്. അപ്പോൾ ഏതാണ് ഔട്ടർ വീല് ഏതാണ് ഇന്നർ വീല് എന്നുള്ളത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഔട്ടർ വീലുള്ള റിയാക്ഷൻസ്, ഇന്നർ വീലുള്ള റിയാക്ഷൻസ്, അത് ഔട്ടർ വീല് റൈറ്റ് സൈഡിലുള്ളതാണോ ലെഫ്റ്റ് സൈഡിലുള്ളതാണോ ഡസൻ മാറ്റർ. ഔട്ടർ വീലുള്ള റിയാക്ഷൻസും ഇന്നർ വീലിലുള്ള റിയാക്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഇത് അതുകൊണ്ട് ലെഫ്റ്റ് ടേൺ ആണോ റൈറ്റ് ടേൺ ആണോ എന്നതിൽ പ്രസക്തിയില്ല. ടേണിങ് റേഡിയസ് 6 തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ, അതായത് റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ കാണും. രണ്ട് റിയാക്ഷൻസാണ് ഉണ്ടാവുക. ഒന്ന് റിയാക്ഷൻ ഡ്യൂ ടു വെയിറ്റ് ആദ്യം കാണാം. അതായത് ഗ്രൗണ്ട് ഈ വെഹിക്കിളിൻ്റെ മുകളിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ വീലിൻ്റെ മുകളിലുണ്ടാക്കുന്ന റിയാക്ഷൻ ഡ്യൂ ടു വെയിറ്റ് ഒന്ന്, അത് നമുക്കറിയാം. അത് RW ഓൺ ഈച്ച് വീൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ 4 ആയിരിക്കും. ടോട്ടൽ വെയിറ്റ് എന്ന് വെച്ചാൽ 2200 ഇൻറ്റു 9.81 ഡിവൈഡ് ബൈ 4, and that will be 5395.5 ന്യൂട്ടൺ. ഇപ്പോൾ ഞാൻ മുന്നേ നമ്മൾ യൂസ് ചെയ്തത് ഇത് ലെഫ്റ്റ് ടേൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ വീല് ഇത് രണ്ടുമായിരിക്കും ഔട്ടർ വീല്, ഇത് രണ്ടുമായിരിക്കും ഇന്നർ വീല്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ വീലിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ഡ്യൂ ടു സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ആയിരിക്കും അല്ലേ, എല്ലാം അപ്വേർഡ്, 4 അപ്വേർഡ് ആയിരിക്കും. അപ്പോൾ RW ഈക്വൽ ടു 5000, എത്രയാണ് 5395.5 ന്യൂട്ടൺ അപ്വേർഡ് എന്തുണ്ടാവും മുകളിലേക്ക്, എല്ലാ വീലിൻ്റെ മുകളിലും റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അതവിടെ വെക്കാം. ഇനി രണ്ടാമത്തെ, ഇനി എന്താ കണ്ട് ഈ ഫിഗറിൽ കണ്ടോ എന്താണ് RG ഉണ്ട്. RG എന്ന് വെച്ചാൽ റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ, റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അതിലൊന്ന് RG എന്ന് പറയുമ്പോൾ ഒക്കെ അത് ആക്ച്വലി CG ആണ്. CG ഈക്വൽ ടു CC, അതായത് ഗൈറോസ്കോപ്പിക് കപ്പിള് CG എന്ന് പറയുന്നത് CG ഈക്വൽ ടു CW പ്ലസ് CE, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് ആണ്. എന്താണ് CW? ഡ്യൂ ടു വീൽ, ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂ ടു വീൽ, ഇത് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂ ടു എഞ്ചിൻ. അപ്പോൾ എഞ്ചിന് റൊട്ടേഷൻ ഉണ്ട്, വീലിന് റൊട്ടേഷൻ ഉണ്ട്. അത് രണ്ടിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ ഗൈറോസ്കോപ്പിക് കപ്പിൾ. അപ്പോൾ ഇവിടെ എൻജിൻ, ഇവിടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് റൊട്ടേഷൻ സെയിം, എൻജിൻ ആക്സിസ് ഈസ് പാരലൽ ടു ദ റെയർ ആക്സിസ് ആൻഡ് ദ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ഇൻ ദ സെയിം സെൻസ് ആസ് ദ റോഡ് വീൽസ്. അപ്പോൾ സെയിം സെൻസ് ആയതുകൊണ്ട് നമുക്ക് ടോട്ടൽ CG എഴുതുമ്പോൾ ടോട്ടൽ CG ഈസ് ഈക്വൽ ടു CW പ്ലസ് CE എന്ന് എഴുതിയാൽ മതി. കാരണം രണ്ടും സെയിം ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഒരേ സെൻസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലസ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സെൻസിലാണെങ്കിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ CW എന്നുള്ളത് എങ്ങനെയാണ് കാണുക? CW ഒരു ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. 4 വീൽ ഉണ്ടല്ലേ, 4 വീൽ. ആക്ച്വലി 4IW ഇൻറ്റു എന്താണ് ഒമേഗ W, അതായത് വീലിൻ്റെ റൊട്ടേഷൻ ഇൻറ്റു പ്രിസിഷൻ. അപ്പോൾ പ്രിസിഷൻ എഴുതുന്നത് അത് നമ്മൾ മാറ്റിയിട്ട് എഴുതുമ്പോൾ CW ഈസ് ഈക്വൽ ടു 4IW, ഒന്ന് അതിൻ്റെ വെലോസിറ്റി V² ബൈ R, ടേണിങ് നമ്മളെ
വീലിൻ്റെ വെലോസിറ്റി എന്ന് വെച്ചാൽ സ്മോൾ, അതായത് വീലിൻ്റെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വെലോസിറ്റീനെ വെലോസിറ്റി സ്ക്വയർ ബൈ വെലോസിറ്റി ബൈ വീലിൻ്റെ റേഡിയസ് ഇൻറ്റു പ്രിസിഷൻ, ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ എന്ന് വെച്ചാൽ അഗെയിൻ വെലോസിറ്റി ബൈ ടേണിങ് റേഡിയസ്. അപ്പോൾ അത് 4IW v²/r ഇൻറ്റു ആർ. ഇതാണ് ഇക്വേഷൻ. സോ CW is equal to 4 ടൈംസ് IW 2.4 ആണ്. v² ആണ് നമുക്ക് കാണേണ്ടത്, വെലോസിറ്റിയാണ് കാണേണ്ടത്. അതറിയില്ല, അവിടെ വെക്കുക. റേഡിയസ്, വീലിൻ്റെ റേഡിയസ് 0.33, ടേണിങ് റേഡിയസ് 80. അപ്പോൾ യു വിൽ ഗെറ്റ് 0.364 v². അപ്പോൾ ഇനി CE എങ്ങനെ കാണും? CE അഗെയിൻ IE ഇൻറ്റു ഒമേഗ E ഇൻറ്റു ഒമേഗ പി അല്ലേ? അപ്പോൾ IE എന്ന് പറയുന്നത് അഗെയിൻ ഒമേഗ E എന്ന് പറയുന്നത് ഗിയർ റേഷ്യോ ഇൻറ്റു ഒമേഗ W ഇൻറ്റു ഒമേഗ പി. ഇതാണ് ഒമേഗ E. അപ്പോൾ ഇത് 1.2 ഇൻറ്റു G3 ആണ്. പിന്നെന്താണ്? v²/r ചെയ്താൽ മതി. ഒമേഗ W ഇൻറ്റു ഒമേഗ പി v²/r ആണ്. അപ്പോൾ RR എന്ന് പറയുന്നത് 0.33 ഇൻറ്റു 80 അല്ലേ? അപ്പോൾ യു വിൽ ഗെറ്റ് CES 0.136 v². സോ ടോട്ടൽ CG is equal to CW പ്ലസ് CE ആണ്. അത് 0.364 v² പ്ലസ് 0.136 v² ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.5 v². അപ്പോൾ ഇത് ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടി. ഇനി റിയാക്ഷൻ എങ്ങനെ കിട്ടും? റിയാക്ഷൻ നമുക്ക് ഔട്ടർ വീലിലൊരു റിയാക്ഷനാണ്. റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ വീൽസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? CG ബൈ 2 ടൈംസ് W ചെയ്താൽ പോരെ? CG ബൈ 2 ടൈംസ് W ഇസ് ഈക്വൽ ടു 0.5 v² 2 ടൈംസ് 1.5 ആൻഡ് ഇറ്റ് ഈസ് 0.167 v². ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഔട്ടർ വീലിൽ ഇതെന്താണ്? RG എന്നാണ് അതിന് വിളിക്കുക കേട്ടോ. CG ബൈ 2W നമ്മൾ RG എന്ന് വിളിക്കും. RG is equal to CG by 2W. Reaction of ground on wheels due to gyroscopic couple. ഈ ഫിഗറിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ RG ഔട്ടർ വീലിൽ മുകളിലേക്കാണ്, ഇന്നർ വീലിൽ RG രണ്ടും താഴേക്കാണ്. ഓക്കെ, ഇന്നർ വീൽസിൽ RG താഴേക്കാണ്, ഔട്ടർ വീലിൽ മുകളിലേക്കാണ്. കാരണം ഇത് ലെഫ്റ്റ് ടേൺ ആണെങ്കിൽ ഔട്ടർ വീൽ ഇതാണ്, ഔട്ടർ വീൽ മുകളിലേക്ക് വരും. റൈറ്റ് ടേൺ ആണെങ്കിൽ ഇതാണ് ഔട്ടർ വീൽ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ മുകളിലേക്ക് വരും, ഇവിടെ താഴേക്ക് വരും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ കെയർ ചെയ്യേണ്ട. കാരണം ഇവിടെ ജസ്റ്റ് ഔട്ടർ വീൽ പറഞ്ഞാൽ മതി. നിങ്ങൾ റൈറ്റ് വീലാണോ ലെഫ്റ്റ് വീലാണോ എന്ന് പറയണ്ട, ഔട്ടർ വീൽ ഇന്നർ വീൽ എന്ന് പറഞ്ഞാൽ മതി. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ടർ വീൽ എപ്പോഴും റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ മുകളിലേക്കും ഇന്നർ വീലിൽ താഴേക്കും ആയിരിക്കും. ഓക്കെ, ഔട്ടർ വീലിൽ മുകളിലേക്ക്. അപ്പോൾ ഞാൻ ഔട്ടർ വീലിലെ റിയാക്ഷൻ RGO എഴുതുന്നത് 0.167 v² അപ്വേർഡ് എന്ന് എഴുതി. ഓക്കെ, RGI ഇന്നർ വീൽ അഗൈൻ 0.167 v² ഡൗൺവേർഡ് എന്ന് എഴുതി. ഓക്കെ, ഡൗൺവേർഡ്. പിന്നെ നമ്മൾ മൂന്നാമത്തത് റിയാക്ഷൻ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ കപ്പിൾ. അതായത് ഗ്രൗണ്ട് എവിടെ വീൽസിലുണ്ടാക്കുന്ന റിയാക്ഷൻ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ കപ്പിൾ, അത് നമ്മൾ RC എന്ന് വിളിക്കും. RC ഈക്വൽ ടു CC ബൈ 2W ആണ്.
cc/2w ആണ്. അത് cc എന്നുള്ളത് cc ഈസ് ഈക്വൽ ടു ആക്ച്വലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചാൽ mb എങ്ങനെയാണ് mv²/r അല്ലേ ഇൻറ്റു h വേണം. ഇതാണ് ഫോഴ്സിൻ്റെ h ആണ് കപ്പിൾ. അപ്പോൾ അതിൽ mv² 2200 ഇൻറ്റു v²/80 ഇൻറ്റു 0.55 ആണ് cc. അപ്പോൾ അതിൻ്റെ വാല്യൂ cc ഈസ് ഈക്വൽ ടു 15.125 v² എന്ന് വരും. പിന്നെ RC എന്നുള്ളത് cc/2w ഈസ് ഈക്വൽ ടു 15.125 v²/2 ഇൻറ്റു 1.5. You will get RC as 5.042 v² എന്ന് വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതെങ്ങനെയാണ് ഔട്ടറിൻ്റെ ഡയറക്ഷനും ഇന്നറിൻ്റെ ഡയറക്ഷനും കഴിഞ്ഞ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും RC ഔട്ടർ വീലിൽ അഗെയിൻ മുകളിലേക്ക്, ഇന്നർ വീലിൽ RC താഴേക്ക്. അപ്പോൾ RG ആയാലും RC ആയാലും ഔട്ടർ വീലിൽ എപ്പോഴും അപ്വേർഡാണ്, ഇന്നർ വീലിൽ ഡൗൺവേർഡാണ്. പക്ഷേ RW എല്ലാത്തിലും അപ്വേർഡാണ്. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ RC ഔട്ടർ എന്ന് വെച്ചാൽ അഗൈൻ 5.042 v² തന്നെയാണ്, പക്ഷേ അപ്വേർഡായിരിക്കും. RCI എന്ന് പറയുന്നത് 5.042 v² തന്നെയാണ്, പക്ഷേ ഡൗൺവേർഡാണ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ മാക്സിമം നമ്മൾ എന്താണ് കാണേണ്ടത്? ഒരു ലിമിറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് v ഈസ് ഈക്വൽ ടു അൺനോൺ, v ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളെ RW എന്നുള്ളത് അതായത് ടോട്ടൽ റിയാക്ഷൻ ഷുഡ് ബി പോസിറ്റീവ്. ടോട്ടൽ റിയാക്ഷൻ ഓൺ എനി വീൽ ഷുഡ് ബി പോസിറ്റീവ് ഓർ ഗ്രേറ്റർ ദാൻ 0. എന്നാലത് റോഡുമായിട്ട് വീല് കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ റോഡുമായിട്ട് വീല് കോണ്ടാക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഔട്ടർ വീൽസിൽ നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഇതിലെല്ലാം ഒരേ ഡയറക്ഷനിൽ വരുന്ന ഔട്ടർ വീലാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം മുകളിലേക്ക് അപ്വേർഡാണ്, പോസിറ്റീവാണ്. അപ്വേർഡ് പോസിറ്റീവാണ്. അപ്പോൾ ഔട്ടർ വീലിൽ എന്തായാലും ടോട്ടൽ റിയാക്ഷൻ പോസിറ്റീവ് തന്നെ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0, എല്ലാം അപ്വേർഡാണ്. പക്ഷേ ഇന്നർ വീലിൽ RW അപ്വേർഡാണ്, പക്ഷേ RC താഴേക്ക്, RGയും താഴേക്ക് ആണ് പ്രശ്നം. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് രണ്ടും നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ RW മൈനസ് RG മൈനസ് RC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ RW ഷുഡ് ബി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ ഇത് RW ഷുഡ് ബി ഗ്രേറ്റർ ദാൻ RG പ്ലസ് RC എന്നുള്ളൊരു കണ്ടീഷൻ എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് ലിമിറ്റിംഗ് സ്പീഡ് കാണാൻ ഇത് RW ഈസ് ഈക്വൽ ടു മാക്സിമം സ്പീഡ് RW ഈസ് ഈക്വൽ ടു RG പ്ലസ് RC എന്നുള്ള കണ്ടീഷൻ എടുക്കാം ലിമിറ്റിംഗ് സ്പീഡ് കാണാൻ. അപ്പോൾ RW എന്താണ്? 5395.5 ന്യൂട്ടൺ ആണ്. RG എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഇന്നറല്ലേ, നമ്മൾ ഇന്നറാണ് നോക്കുന്നത്, ഇന്നർ വീലാണ് ഇതൊക്കെ. കാരണം ഔട്ടർ വീൽ ഇത് വാലിഡ് അല്ല, അതുകൊണ്ട് ഇത് I ഇട്ടോ. ഔട്ടർ വീലിൽ കാരണം ഔട്ടർ വീലിൽ ഇതൊക്കെ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ പോസിറ്റീവ് വരും, RGയും RCയും പോസിറ്റീവ്, ഇന്നർ വീലിലാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈക്വേഷനിൽ 0.167 v² പ്ലസ് RG ആണ്. RG 0.167 v², മറ്റത് 5.042 v².
ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വി സ്ക്വയർ ആസ് 1035.8 ഓർ വി എസ് 32.18 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ 32.18 ഇൻറ്റു 18/5 ചെയ്താൽ കിലോമീറ്റർ പെർ അവർ ആവും. ആൻഡ് ഇറ്റ് വിൽ ബി 1 കിലോമീറ്റർ പെർ അവർ. 115.9 കിലോമീറ്റർ പെർ അവറാണ് ലിമിറ്റിംഗ് സ്പീഡ്. അതായത് 80 മീറ്റർ ഒരു ടേണിങ് റേഡിയസ് വരുന്ന ഒരു ടേൺ എടുക്കുമ്പോൾ മാക്സിമം 115.9 കിലോമീറ്റർ പെർ അവറിൽ മാത്രമേ ആ വണ്ടി ചലിക്കാവൂ, അല്ലെങ്കിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. സോ ദിസ് ഈസ് ദി മാക്സിമം പോസിബിൾ സ്പീഡ് ദാറ്റ് എ വെഹിക്കിൾ ഓഫ് ദ പർട്ടിക്കുലർ ഡയമെൻഷൻസ് ഓർ സ്പെസിഫിക്കേഷൻസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അതായത് അങ്ങനെയുള്ള ഒരു സ്പെക്കൊക്കെ തന്ന്, അതായത് ഇത്ര മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വീലിനും ഇത്ര മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എഞ്ചിനും ടോട്ടൽ മാസും അതൊക്കെ തന്ന ആ ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന് 80 മീറ്റർ ടേണിങ് റേഡിയസ് വരുന്ന, അല്ലെങ്കിൽ 80 മീറ്റർ റേഡിയസിൽ ഒരു വണ്ടി ടേൺ ചെയ്യണമെങ്കിൽ മാക്സിമം 115.9 കിലോമീറ്റർ പെർ അവറിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്നർ വീലിൻ്റെ കോണ്ടാക്റ്റ് റോഡിൽ നിന്ന് നഷ്ടപ്പെടും. അങ്ങനെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. Hope you have understood the method of solving this problem. Thank you.